ശ്രീ എം ജി രാധാകൃഷ്ണൻ, ഇവിടെ ഗീത ടീച്ചർ ചൂണ്ടിക്കാട്ടിയത് അങ്ങ് കേട്ട് കാണുമല്ലോ. അപ്പോൾ ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിലായാലും വി എസിൻ്റെ കാര്യത്തിലായാലും രണ്ട് തരത്തിൽ ജനങ്ങൾ സ്വയം തിരുത്തുന്നുണ്ട്. ഇനി തിരുത്തേണ്ടത് ആരാണ്? ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിൽ വേണമെങ്കിൽ കോൺഗ്രസ് പ്രതിക്കൂട്ടിലല്ല എന്ന് പറയാം. കാരണം രാഷ്ട്രീയ എതിരാളികളാണ് ഏറ്റവും ഉലച്ച വിവാദത്തിൽ എതിർപക്ഷത്ത് നിന്ന് ആക്രമിച്ചത്. വി എസിനെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഇതേ ആലപ്പുഴ വി എസിനെ സംബന്ധിച്ച് എത്രമാത്രം നീറുന്ന അനുഭവമായിരുന്നു. അത് പാർട്ടി സമ്മാനിച്ചതാണ്. 2015 പാർട്ടി കൊടുത്ത കുറ്റപത്രത്തിൽ പറയുന്നത് പാർട്ടി വിരുദ്ധ മാനസികാവസ്ഥയിലേക്ക് ആ സഖാവ് പോയി എന്നാണ്. അവിടെ ആലപ്പുഴയിലേക്ക് വിവിധ കേന്ദ്രങ്ങളിൽ നിന്നെത്തിയവരും നാട്ടുകാരുമെല്ലാം ഒരു സ്വയം തിരുത്തൽ നടത്തുന്നുണ്ട്, ഗീത ടീച്ചർ പറയുന്നത് പോലെ. അതിനപ്പുറത്തേക്ക് തിരുത്തേണ്ടത് ആര് എന്നാണ് ഈ വന്ന ഓരോരുത്തരും ഓർമ്മിപ്പിക്കുന്നത്. കൃത്യമായി മുമ്പ് സംസാരിച്ചവർ പറഞ്ഞതൊന്നും വളരെ കൃത്യമായി എനിക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ സൂം ിലൂടെയുള്ള ഇതായതുകൊണ്ട് വേണു ചോദിച്ചതിൽ നിന്ന് എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളിൽ ഉമ്മൻചാണ്ടിയും വി എസ് അച്യുതാനന്ദനെയും തമ്മിൽ താരതമ്യപ്പെടുത്തുന്നത് തന്നെ ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. രണ്ടുപേരുടെയും ജീവിതം പകൽ പോലെ തന്നെ വ്യക്തമായ വിധം വ്യത്യസ്തമാണ്. ഒരു 10-60 വർഷക്കാലം കേരളത്തിലെ ഏറ്റവും ഐതിഹാസികമായ സമരങ്ങളിലൂടെയും ഭീകരമായ മർദ്ദനങ്ങളിലൂടെയും അറസ്റ്റിലൂടെയും ഒളിവിലൂടെയും ഒക്കെ കടന്നു വന്ന് കേരളത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ചില മൂല്യങ്ങൾ, ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി തന്റെ അവസാന കാലത്തെങ്കിലും അതിശക്തമായി പോരാടിയ ഒരു നേതാവ് വി എസ് അച്യുതാനന്ദനെ പോലെ മറ്റൊരാൾ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഉമ്മൻചാണ്ടിയുടേതായ ചില ശക്തിയുണ്ട്, ഗുണങ്ങളുണ്ട്. പക്ഷെ രണ്ടുപേരും തമ്മിൽ താരതമ്യപ്പെടുത്തുന്നതിന്റെ അർത്ഥമേ എനിക്ക് മനസ്സിലാവുന്നില്ല. ആവർത്തിക്കുന്നതുകൊണ്ട് പറയാണ്, ഒരു ആശയക്കുഴപ്പം ഉണ്ടാകേണ്ട. ഇവരെ രണ്ടുപേരും തമ്മിൽ താരതമ്യം ചെയ്യുകയല്ല. ജനങ്ങൾ തെരുവിലിറങ്ങുന്നു, എന്നിട്ട് വലിയ നേതാക്കളുടെ പിന്തുടർച്ച എന്താണ് എന്ന് ജനം സ്വയം പ്രഖ്യാപിക്കുന്നു. അത് ജനത തന്നെയാണ് നേതാക്കന്മാരുടെ യഥാർത്ഥ പിന്തുടർച്ചാവകാശികൾ. അത് നൽകുന്നൊരു സന്ദേശമില്ലേ? അതാണ് ചോദ്യം. തീർച്ചയായിട്ടും ജനകീയതയുടെ കാര്യത്തിൽ ഒരു സംശയമില്ലാത്ത വിധം വി എസ് അച്യുതാനന്ദനുണ്ടായിരുന്ന ഔന്നത്യവും അതിനുള്ള ജനസമ്മതിയും അംഗീകാരവും ഒക്കെ തന്നെയാണ് ഈ കാണുന്നത് എന്നുള്ളതിനെ പറ്റി യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അതൊരു പക്ഷേ ഈ ടെലിവിഷന്റെയും പുതിയ മാധ്യമങ്ങളുടെയും ഒക്കെ ഒരു കാലഘട്ടം അതിനെ കൂടുതൽ വർദ്ധമാനമാക്കുന്നു എന്നുള്ളതും ഒരു സത്യമാണ്, ഒന്ന് കാണാതിരിക്കേണ്ട. അതിന്റെ അർത്ഥം അദ്ദേഹത്തിൽ എന്തെങ്കിലും ഒരു ജനകീയതയ്ക്ക് കുറവുണ്ട് എന്നൊന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ വീണ് ചോദിച്ചതുപോലെ കുറ്റബോധം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഇടതുപക്ഷ വി എസ് അച്യുതാനന്ദന് ഉണ്ടായ ശക്തമായ വി എസ് അച്യുതാനന്ദനെതിരായി ഉണ്ടായ ശക്തമായ ചില നിലപാടുകൾ പാർട്ടിക്കുള്ളതുപോലെ ഉമ്മൻചാണ്ടി ഒരുപാട് അതുപോലെ അഭിപ്രായ വ്യത്യാസങ്ങളും എതിർപ്പുകളും ഒക്കെ ജീവിതകാലം രാഷ്ട്രീയകാലം മുഴുവൻ നേരിടുകയും അതിന്റെ ഒരു പക്ഷത്തിന്റെ ഒരു നേതാവായും വക്താവായും മറുപക്ഷത്തിനെതിരായും ഒക്കെ പ്രവർത്തിച്ച ഒരാളാണ് അദ്ദേഹവും. അപ്പോ പിന്നെ ഈ അവസാനത്തെ കേസിൽ പോലും നല്ലോണം ഇപ്പൊ എനിക്കും വേണുവിനും ഒക്കെ കുറെയൊക്കെ അറിയാമായിരിക്കും, കോൺഗ്രസിൽ തന്നെ ഉള്ള ഒരു വലിയ പക്ഷം അദ്ദേഹത്തിനെ കുറ്റവാളിയാക്കാൻ ശ്രമിച്ചിട്ടുള്ളതുമാണ്. അതുകൊണ്ട് ഈ രണ്ടുപേരെയും താരതമ്യപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു വളരമായ ഒരു ലളിതവൽക്കരണത്തിലൊന്നും അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വി എസ് അച്യുതാനന്ദനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ സവിശേഷതയായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് 2-3 കാര്യങ്ങളാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ കിട്ടുന്ന ഈ അംഗീകാരത്തിന്റെയും ചരിത്രത്തിൽ അദ്ദേഹത്തിന് കിട്ടുന്ന ഈ മഹത്തായ സ്ഥാനത്തിനും ഒക്കെ ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ ധാർമ്മികതയുടെ പ്രാധാന്യം രാഷ്ട്രീയത്തിൽ ഇത്ര ശക്തമായി ഉയർത്തിപ്പിടിച്ച മറ്റൊരു രാഷ്ട്രീയ നേതാവ് നമ്മുടെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് പ്രത്യേകിച്ച് അത് ഈ ധാർമ്മികതയും രാഷ്ട്രീയ സദാചാരവും മറ്റും കൂടുതൽ ദുർബലമാകുന്ന ഒരു കാലഘട്ടത്തിൽ അതിനുവേണ്ടി അതിനുവേണ്ടി ജീവിതം മുഴുവൻ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ അവസാനത്തെ 10-20 വർഷം അദ്ദേഹം ശ്രമിച്ചത് അദ്ദേഹത്തിന് ജനങ്ങളിൽ ഒരു വളരെ വലിയ സ്ഥാനം ജനഹൃദയങ്ങളിൽ നൽകിയിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട. ഒരുപക്ഷെ കേരളത്തിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിലും ഇങ്ങനെ ഒരു അസാധാരണമായിട്ടുള്ള ഒരു ധാർമ്മിക സമരം മറ്റൊരാള് നടത്തിയിട്ടില്ല. അപ്പൊ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതാണ് ഏറ്റവും വലിയ. ആണെങ്കിലും മറ്റു തരത്തിലുള്ള ഈ സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങളുടെ കാര്യങ്ങളിലൊക്കെ ആയാലും അതൊരു ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അദ്ദേഹത്തിന്റെ ഒരു വളരെ വലിയ സംഭാവനയായി എനിക്ക് തോന്നിയിട്ടുള്ളത്
ഈ സൂക്ഷ്മ രാഷ്ട്രീയം എന്ന് നമ്മൾ വിളിക്കുന്നത് മൈക്രോ പൊളിറ്റിക്സ് എന്ന് പറയുന്ന വിഷയങ്ങൾ മുഖ്യധാര രാഷ്ട്രീയത്തിന്റെ അല്ലെങ്കിൽ സമഗ്ര രാഷ്ട്രീയത്തിൽ നിന്ന് ഒരുപക്ഷെ വളരെ അകലം പാലിച്ചിരുന്ന ഒരു കാര്യമാണ്. മുഖ്യധാര രാഷ്ട്രീയ നേതാക്കൾക്കോ പ്രസ്ഥാനങ്ങൾക്കോ താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ അവരൊരു പ്രാധാന്യം നൽകിയിട്ടില്ലാത്ത വിഷയങ്ങളാണ് നേരത്തെ പറഞ്ഞ പോലെ പരിസ്ഥിതിയുടെ കാര്യങ്ങൾ, അല്ലെങ്കിൽ സ്ത്രീ സമത്വത്തിന്റെ കാര്യങ്ങൾ, അല്ലെങ്കിൽ വളരെ അത്യന്താധുനികമായിട്ടുള്ള ചില ഇപ്പൊ ഫ്രീ സോഫ്റ്റ്വെയർ പോലെയുള്ള കാര്യങ്ങൾ. ഇതുപോലെയുള്ള വിഷയങ്ങൾ വാസ്തവത്തിൽ അതൊരു മൈക്രോ പൊളിറ്റിക്സിന്റെ ലെവലിലാണ് ഉണ്ടായിരുന്നത്. അതായത് മുഖ്യധാര രാഷ്ട്രീയത്തിൽ ഇതൊന്നും ആയിരുന്നില്ല പ്രധാനപ്പെട്ട കാര്യം. ഒരുപക്ഷെ അവയെ തമ്മിൽ ഇളക്കിയ മുഖ്യധാര രാഷ്ട്രീയത്തിലേക്ക് ഈ സൂക്ഷ്മ രാഷ്ട്രീയത്തിന്റെ പ്രാധാന്യവും പ്രസക്തിയും ഇണക്കി ചേർത്ത അല്ലെങ്കിൽ അതിലേക്ക് കൊണ്ടുവന്ന ഒരു വലിയ സംഭാവന VS അച്യുതാനന്ദന്റെ മാത്രമാണ് എന്നുള്ളതാണ് എൻ്റെ രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ വിഷയം അതൊരു പക്ഷേ ഇടതുപക്ഷത്തിന്റെ മൊത്തം ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഈ ഇടതുപക്ഷ രാഷ്ട്രീയം അല്ലെങ്കിൽ ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഒരുപക്ഷെ തങ്ങളുടെ വർഗം ഏറ്റവും അടിച്ചമർത്തപ്പെട്ടവർക്ക് വേണ്ടി, സാമൂഹ്യമായും സാമ്പത്തികമായും ഏറ്റവും പിന്നോക്കം നിൽക്കുന്നവർക്ക് വേണ്ടി സ്വയം അർപ്പിച്ചു എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു ഐഡിയോളജിയുടെ പ്രസ്ഥാനങ്ങളാണ്. പക്ഷേ ആ പ്രസ്ഥാനങ്ങളിൽ നിന്ന് മുന്നിലേക്ക് വന്ന ഉയർന്നു വന്ന നേതൃത്വമെല്ലാം ഈ വിഭാഗങ്ങളിൽ നിന്ന് ഏറ്റവും ഉന്നത ലെവലിലേക്ക് അടുത്ത കാലം വരെ ഉണ്ടായിരുന്നവരെല്ലാം മറ്റു വിഭാഗങ്ങളിൽ നിന്നുള്ളവരാണ്. അത് ഈ പാർട്ടിയുടെ വർഗപരമായിട്ടുള്ള വർഗത്തിന് വർഗ രാഷ്ട്രീയത്തിന് കൊടുക്കുന്ന പ്രാധാന്യത്തെ സംബന്ധിച്ച ഒരു കാലഘട്ടത്തിന്റെ ആ കാലഘട്ടത്തിന്റെ സവിശേഷതയാണ്.